യുദ്ധം മുറുകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്. ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ യുദ്ധത്തിനു മുൻപുള്ള അവസ്ഥയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പറഞ്ഞു. എണ്ണ വിൽക്കാൻ ഇറാനെ അനുവദിച്ചില്ല എങ്കിൽ മറ്റൊരു ഗൾഫ് രാഷ്ട്രത്തെയും അതിന് അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണമുണ്ടായാൽ ഓരോ ആക്രമണത്തിന് പകരമായും ഇറാന്റെ ഒരു പാലമോ വൈദ്യുത നിലയമോ നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖാലിബാഫിന്റെ പ്രതികരണവും എത്തിയത്. ഈ യുദ്ധത്തിന്റെ സമവാക്യം വ്യക്തമാണ്. ഒന്നുകിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ ആർക്കുമില്ല. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ ആർക്കും എണ്ണ വിൽക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ല എങ്കിൽ ഒരടിസ്ഥാന സൗകര്യവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഖാലിബാഫ് പറഞ്ഞത്. അമേരിക്കൻ സൈന്യത്തിന്റെ അസാന്നിധ്യത്തിൽ മാത്രമേ കടലിടുക്കിൽ സുരക്ഷ സാധ്യമാവുകയുള്ളൂവെന്നും യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മടങ്ങി വരില്ല എന്ന് തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഭീഷണികൾ IRGC നാവികസേനയോടുള്ള തോൽവി സമ്മതിക്കലാണെന്ന് ഇറാനിയൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ വിദേശനയ കമ്മീഷൻ അംഗമായ ഇബ്രാഹിം റസായിയും പറഞ്ഞു. പാലങ്ങളും വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി യഥാർത്ഥത്തിൽ IRGC നാവികസേനയോടുള്ള പരാജയം സമ്മതിക്കലാണ്. അദ്ദേഹം തീർച്ചയായും കൂടുതൽ ദുരിതത്തിലാകുമെന്നാണ് റസായി പറഞ്ഞത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അനുദിനം വഷളാവുകയാണ്. ട്രംപിന്റെ ഭീഷണികൾക്ക് വില കൽപ്പിക്കാതെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സേന വീണ്ടും കപ്പലിന് നേരെ ആക്രമണം നടത്തി. അതേസമയം പുലർച്ചെയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ കപ്പലിന് തീപിടിച്ചു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ പാതയിലൂടെ വന്ന മറ്റു 2 കപ്പലുകൾ പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഇറാൻ ആക്രമണം ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബുഷർ, അഹ്വാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇതിനകം 53 പേർ കൊല്ലപ്പെട്ടതായും 590 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. യമനിലെ ഹൂതി വിമതർ 2 സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെയുള്ള ഈ തുടർച്ചയായ ആക്രമണങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $96 കുതിച്ചുയരാനും കാരണമായി. പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ 10 ദിവസത്തെ വെടിനിർത്തലിനായി നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ അമേരിക്കയും ഇറാനും പൂർണ്ണമായും നിരാകരിച്ചിട്ടുണ്ട്. ഹോർമുസിലെ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുന്നത് വരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നും അതിശക്തമായ ആക്രമണം തുടരുമെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാരം ഇറാന്റെ നടപടികളിലൂടെ അസാധ്യമായതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചു. ഗൾഫിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും നിർണായക നീക്കവുമായി അമേരിക്ക എത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകൾ പൂർണ്ണമായും മറികടന്നുകൊണ്ട് സൗദി അറേബ്യയുമായി അമേരിക്ക 30 വർഷത്തെ ആണവോർജ സഹകരണ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ സൗദിക്ക് അവസരം നൽകുന്നതാണ് ഈ പുതിയ കരാർ. ഈ വമ്പൻ ആണവ പദ്ധതിക്ക് പൂർണ്ണ നേതൃത്വം നൽകുക അമേരിക്കൻ കമ്പനികളുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.